ഹായ്, ഇത് നമ്മളെ ചേർത്തല സൈറ്റാണ് കേട്ടോ. ചേർത്തല സൈറ്റിൽ നമ്മൾ അപ്സ്റ്റെയറിൻ്റെ ചുമരുകളൊക്കെ പിള്ളേർ ഏകദേശം തീർക്കാനായി. അപ്പോൾ കംപ്ലീറ്റ് ആവണമെന്നുണ്ടെങ്കിൽ അവർക്ക് എന്നെയും കൊണ്ട് ചെറിയൊരു ആവശ്യം ഉണ്ടായിരുന്നു. കാരണം എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ വരുന്നത് അത്യാവശ്യം വലിയ 2 വെൻറ്റിലേഷനാണ്. ഇത് നമ്മുടെ വിൻഡോ വിത്ത് സ്ലൈഡിങ് ഡോറാണ് കേട്ടോ. നമുക്ക് ബാൽക്കണിയിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഡോറാണിത്. സാധാരണ ഇത് UPVCയിലൊക്കെയാണ് എല്ലാവരും ചെയ്യാറ്. ഇരുമ്പിലാകുമ്പോൾ അതിൻ്റെ ഒരു ക്വാളിറ്റി ഒന്നും കൂടി ഉണ്ടായിരിക്കും, ലൈഫ് ഒന്നും കൂടി കൂടുതൽ കിട്ടും, സ്ട്രെങ്ത്തും അതേപോലെ തന്നെ സേഫ്റ്റിയുടെ കാര്യം നോക്കുകയാണെങ്കിലും ഇതാണ് ഏറ്റവും നല്ല ബെറ്റർ ഓപ്ഷൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതിൻ്റെ ലിഫ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ചെറിയൊരു വീഡിയോ ആണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിതിൻ്റെ ചുമരുകളൊക്കെ ആയിട്ടാണ് രണ്ടാമത്തെ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചിരുന്നത്. ഹായ്, നമ്മൾ ചേർത്തല സൈറ്റിലാണ് കേട്ടോ. ചേർത്തല സൈറ്റിൽ ഇന്ന് വരാനുള്ള കാരണം എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന് നമുക്ക് ഈ ഒരു ജനൽ നമ്മളെ സ്റ്റെയർ കേസിൻ്റെ അവിടെ വരുന്നതാണ്. സൈസ് വരുന്നത് 3x3 ആണ്, അതായത് 3 മീറ്റർ ബൈ 3 മീറ്റർ. അതേപോലെ തന്നെ നമുക്ക് മുകളിലെ ഒരു റൂമിന് ഒരു സ്ലൈഡിങ്ങും വരുന്നുണ്ട്. അതും 2.25 മീറ്ററോളം വീതി വരുന്നുണ്ട്. അപ്പോൾ സാധാരണ ഞങ്ങൾക്ക് ഈ കോൺക്രീറ്റിൻ്റെ വീട്ടിൽ എനിക്ക് വലിയ ടാസ്ക് ഒന്നും ഉണ്ടാവാറില്ല. പക്ഷെ ഇന്ന് എനിക്ക് ഭയങ്കര ടാസ്ക്കാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഇരുമ്പിൻ്റെ ജനലാണെങ്കിൽ കൂടി ഇപ്പം സാധാരണ ആ ഒരു വെയിറ്റ് അല്ല ഇതിനുണ്ടാവുക. അതിന്റെ കാരണം എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ കാണുന്നതൊക്കെ ഞങ്ങൾ ഫില്ല് ചെയ്ത് വെച്ചിരിക്കുക. അപ്പൊ ഇത്തിരി ഇത് ഫില്ല് ചെയ്തുകൊണ്ട് ഫുള്ളി കോൺക്രീറ്റ് ആയ കാരണം കൊണ്ട് ഇത് നല്ല വെയിറ്റ് ആണ്. അപ്പൊ അതെങ്ങനെ അതിന്റെ മുകളിൽ വെക്കുക എന്നുള്ളത് ഇത്തിരി ചടങ്ങാണ്. അത് ഇന്നത്തെ ഒരു ടാസ്കും കൂടിയാണ്. പിന്നെ നമ്മൾ ഒരുപാട് വീഡിയോസ് കാണാറുണ്ട് ഇതേപോലത്തെ ഡബിൾ ഹൈറ്റ് ഒക്കെ ഉള്ള ജനലുകൾ വെക്കുന്നത്. പക്ഷെ എനിക്കറിയില്ല അവർ വെക്കുന്ന സമയത്ത് ഇങ്ങനെ സെന്റർ പോസ്റ്റുകൾ കംപ്ലീറ്റ് ഫില്ല് ചെയ്തിട്ടാണോ വെക്കലെന്ന് അറിയില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിപ്പോ വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഒരിക്കലും ഈ ഒരു കാണുന്ന ഏരിയ ഫില്ല് ചെയ്യാൻ പറ്റില്ല. നമ്മൾ മാക്സിമം നമ്മളെ വെന്റിലേഷനിലൊക്കെ എല്ലാം ഫില്ല് ചെയ്തിട്ടാണ് വെക്കാറ്. ഇതും ഒക്കെ ഫില്ല് ചെയ്തിട്ടാണ് വെക്കല്. പിന്നെ സ്റ്റീലിന്റെ കട്ട്ലൈൻ ജനൽ എന്ന് പറയുമ്പോൾ ഒരുപാട് ആൾക്കാർ പിന്നെ അടുത്തൊരു ചോദ്യം ചോദിക്കുന്നതാണ്, സ്റ്റീല് തുരുമ്പൊടിക്കില്ലാണ്. ഇപ്പൊ ഇത് ഞങ്ങൾ 3 മീറ്റർ ഹൈറ്റ് എന്ന് പറയുന്നത് ഈ 3 മീറ്റർ കറക്റ്റ് നമ്മളെ സ്റ്റെയർ കേസിന്റെ ലാൻഡിങ്ങിന്റെ അവിടെ നിന്നാണ് വെക്കാൻ പോണത്. അതായത് ഇപ്പൊ ഇതന്നെ ഒരുവിധ ആൾക്കാരൊക്കെ ഇപ്പൊ ഡോർ വെക്കുക ഇങ്ങനെയാണ്. അതായത് ഒരടിയോളം പൊക്കിയിട്ട്, അതായത് 2.10 ഇപ്പൊ നമ്മളെ ഡോർ ഹൈറ്റ് വെച്ചാല് ഒരു 1.80 ഒക്കെയുള്ള ജനൽ ഉണ്ടാക്കുക. അപ്പോ ക്ലയൻസ് പറയുന്ന കാരണം എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ നനക്കായി ക്ലീനിങ് ചെയ്യണ സമയത്ത് ഇതിൽ തുരുമ്പ് വരുന്നു, അതായത് ജനലിന്റെ അടിയിൽ തുരുമ്പ് പിടിക്കുന്നതാണ് അവർ പറയല്. പക്ഷെ ഇതേ സാധനം തന്നെയാണ് നമ്മൾ എല്ലാ ബെഡ്റൂമിനും ഇതും ഡോർ ഫ്രെയിം ആയിട്ട് വെക്കാറ് അല്ലേ. അപ്പൊ അതിന് കുറുമ്പടി ഉള്ളത് വെക്കുന്ന സമയത്ത് അപ്പൊ തുരുമ്പൊടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതും തുരുമ്പൊടിക്കും. പിന്നെ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ ടാറ്റേന്റെ ഷീറ്റ് വെച്ചിട്ടാണല്ലോ നമ്മൾ ഉണ്ടാക്കണത്. ഇതേ ഷീറ്റും കാര്യങ്ങളും വെച്ചിട്ടാണ് ഇപ്പൊ നമ്മളെ വണ്ടിയൊക്കെ കണ്ടില്ലേ അമ്മ, ആ വണ്ടിയൊക്കെ നിർമ്മിക്കണത് ഇതേ ഷീറ്റും കാര്യങ്ങളും വെച്ചിട്ട് തന്നെയാണ് കേട്ടോ. അപ്പോ ഈ വെയിലും മഴയും എല്ലാം കൊണ്ടിട്ടും ഈ വണ്ടികൾ തുരുമ്പൊടിക്കണില്ല. നേരെ മറിച്ചിട്ട് നിങ്ങളൊരു വണ്ടി പോലീസ് സ്റ്റേഷനിലൊക്കെ പിടിച്ചിട്ട വണ്ടി കണ്ടിട്ടില്ലേ, അതൊക്കെ ചിലപ്പോൾ തുരുമ്പൊടിച്ച് നശിച്ചും പോകും. അപ്പൊ നമ്മളെ മെയിൻ്റെനൻസിനനുസരിച്ചിട്ടാണ്, വീട്ടിൽ വെക്കുന്ന സാധനമാണെങ്കിലും നമ്മൾ എങ്ങനെയാണോ മെയിൻറ്റെയിൻ ചെയ്യണത് അതിന്റെ പോലെ ഇരിക്കും നമ്മളെ വീട്ടിലത്തെ ഇരുമ്പിന്റെ ആണെങ്കിലും മരത്തിന്റെ ആണെന്നുണ്ടെങ്കിലും ഏതൊരു പ്രൊഡക്റ്റും നല്ല മെയിൻറ്റെയിൻ ചെയ്തോ നമുക്ക് നല്ല ലൈഫ് കിട്ടും. മെയിൻ്റെനൻസ് ഇല്ലേ നമുക്ക് ലൈഫ് കിട്ടില്ല. ഇപ്പൊ ഈ ഷീറ്റ് പറഞ്ഞില്ലേ, ഇപ്പൊ ഇത് തുരുമ്പൊടിക്കുന്നുണ്ട്. ഞങ്ങള് സ്ഥിരം വെള്ളത്തിൽ ഉപയോഗിക്കണം അല്ലെ, കോൺക്രീറ്റ് ചെയ്യാൻ ഉപയോഗിക്കണതാണ്. പക്ഷെ അത് സ്ഥിരം ഉപയോഗിച്ചുകൊണ്ടാണ് ഇതിന് നമുക്ക് ലൈഫ് കിട്ടണത്. നേരെ മറിച്ചിട്ട് ഇവിടെ കിടക്കണോക്ക് ഇതൊക്കെ എന്നേലും ഉപയോഗിക്കണ ഇരുമ്പിന്റെ പീസുകളാ. അപ്പൊ നമ്മളത് ഉപയോഗിക്കാത്ത കാരണം കൊണ്ട് അതിന് കൂടുതൽ റെസ്റ്റും പിടിക്കും. അപ്പൊ ഈ ഒരു ടാസ്ക് ഉണ്ടാവുകൊണ്ട് മാത്രമാണ്, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിന്റെ ചുമരായി കഴിഞ്ഞാൽ രക്ഷപ്പെടുത്തൊരു വീഡിയോ ഉള്ളൂ. അപ്പൊ ഇത്രയും വലിയ ജനലുകൾ എങ്ങനെ വെക്കണം എന്നുള്ളത് കാണിച്ചു തരാം. ഇന്നിപ്പോ ഇതിന്റെ ഫുള്ള് ജനലുകൾ വെച്ചിട്ടുള്ള ഞങ്ങൾ പോവാ. ഓക്കെ, സാധാരണ കല്ലിൽ ചെയ്യണ രീതിയല്ല നമുക്ക് എപ്പോഴും ഇങ്ങനത്തെ വെന്റിലേഷനും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാളേഷൻ ചെയ്യാനായിട്ട് വളരെ ഈസിയാണ്. ഇതിപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ലിഫ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് അവിടെ കപ്പിയും കയറിട്ടിട്ടാണ് ലിഫ്റ്റ് ചെയ്യുന്നത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോൺക്രീറ്റ് ആയ കാരണം കൊണ്ട് ഒരുപാട് വെയിറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ മുകളിൽ 2 കപ്പിയൊക്കെ ഇൻസ്റ്റാളേഷൻ ചെയ്ത് നമ്മൾ മുകളിൽ നിന്ന് തന്നെ ഹാങ് ചെയ്തിട്ട് തൂക്കാനുള്ള പരിപാടിയാണ്. കാരണം നല്ല വെയിറ്റ് ഉണ്ട് അത്. അപ്പോൾ ആ ജനലിൻ്റെ അടിയിൽ സത്യം പറഞ്ഞ ഒരു കേബിൾ ഉണ്ടായിരുന്നു. ആ കേബിൾ ഷെരീഫ് പറഞ്ഞു അവൻ ഒറ്റയ്ക്ക് തൂക്കിത്തരാൻ മാറ്റിക്കോളാൻ. അപ്പോൾ എനിക്ക് ഓൾറെഡി അറിയാവുന്നതുകൊണ്ട് ഞാൻ എന്തായാലും ഒറ്റയ്ക്ക് തൂക്കാൻ നിന്നില്ല, അവരും കൂടി വരട്ടെ എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അവനറിയില്ലല്ലോ ഇത് ഇത്ര വെയിറ്റ് ഉണ്ട് എന്നുള്ളത്. അവൻ പറഞ്ഞു ഞാൻ ഒരു മൂല പൊക്കി തരാൻ അവനായിട്ട് വയറ് മാറ്റിക്കോ പറഞ്ഞു. എനിക്കറിയാതെ എന്തായാലും നടക്കില്ല എന്നുള്ളത്. സത്യം പറഞ്ഞാൽ 2 ആളും മൈക്കൊക്കെ വെച്ചിട്ട് ഇത് ഓൺ വോയിസ് സൈറ്റിൽ ചെയ്തതാണ്. പിന്നെ എന്തോ അമ്മുവിൻ്റെ വീഡിയോഗ്രാഫർ ചെറിയൊരു മിസ്റ്റേക്ക് കൊണ്ട് അത് മാത്രം വോയിസ് കിട്ടിയില്ല.
പിന്നെ നമ്മളെ ചെക്കന്മാർ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ അവർക്ക് വളരെ ഈസി, സിമ്പിളാണ്. അവർ സിമ്പിളായിട്ട് പൊക്കും. ഒരാളല്ല, എന്തായാലും 2-3 ആൾക്കാർ പിടിച്ചാലേ ഉള്ളൂ ഒരു കോർണർ ചെറുതായിട്ടൊന്ന് പൊങ്ങുക. അത്രയും ഹെവി ആയിരുന്നു ഇതിൻ്റെ ഉള്ളിൽ. ഇത് കോൺക്രീറ്റ് എല്ലാം നിറച്ച് ഇരിക്കുന്ന സമയത്ത് നല്ല ഹെവി ആയിരുന്നത്. ഷെരീഫിന് മൈക്ക് കൊടുത്തിട്ട് ഷെരീഫ് മുക്കണതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതെന്താ ഞാൻ പറഞ്ഞില്ല, അമ്മൂൻ്റെ ഒരു വീഡിയോ ഇതിൻ്റെ കാരണം കൊണ്ട് അതൊക്കെ പോയി കിട്ടി. അപ്പോൾ എന്തായി കഴിഞ്ഞാൽ പിള്ളേരെല്ലാവരും വന്നു കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ നമുക്കത് തൂക്കാൻ പറ്റുക. അതുകൊണ്ടാണെന്ന് ഞങ്ങളും കൂടിയും പോയത് കേട്ടോ. കാരണം ഇത്രയും വലിയ ജനലായതുകൊണ്ട് ഞങ്ങൾ 2 പ്രാവശ്യം ഇതിനാണ് ഈ സൈറ്റിൽ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ബാക്കിയെല്ലാ ചുമരുകളും ആയതിന് ശേഷം മാത്രമേ ഇത് വെക്കാനും പറ്റുള്ളൂ. ഈ സൈറ്റ് ഇത്രയും ആക്കിയത് 4 പേരാട്ടോ. അതായത് നമ്മളെ ഭായിമാർ മാത്രമാണ് ഈ സൈറ്റിലുള്ളത്. സോനും ഷക്കീലും, അവർ 2 ആളുകളും മെയിൻ. പിന്നെ വേറെ 2 അവർക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് 2 പിള്ളേരും. അവർ 4 പേരാണ് ഇതിൻ്റെ അപ്സ്റ്റെയറിൻ്റെ വർക്ക് ഇത്രയും ദിവസം ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഇന്ന് ഈ ഒരു ജനൽ പൊക്കാനായിട്ട് ഞാൻ ഷെരീഫിനോട് ഇന്നലെ 2 പേരെയും കൂടി അവർക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. പിന്നെ ഞാനും അമ്മും ഇന്ന് രാവിലെ അങ്ങോട്ട് പോയി ചേർത്തലയ്ക്ക് പോയിട്ട്, കാരണം എനിക്കറിയാം 4 പേരെയും കൊണ്ടല്ല 6 പേരെയും കൊണ്ട് ഇത് തൂക്കാൻ പറ്റില്ല. കാരണം കോൺക്രീറ്റും കൂടി നിറച്ച കാരണം ഭയങ്കര ഹെവിയാണ്. അപ്പോൾ ഈ ഒരു ജനൽ ഇൻസ്റ്റാളേഷൻ ചെയ്യാനായിട്ട് ഷെരീഫിനെയും കൊണ്ട് ഞാൻ ഓൾറെഡി 2 ആൾക്കാരെ അവിടെ പറഞ്ഞയച്ചായിരുന്നു. പിന്നെ ഷെരീഫും ഞാനും, അങ്ങനെ ടോട്ടൽ 8 ആൾക്കാർ, മിനിമം ഒരു 8 ആൾക്കാരെങ്കിലും വേണം ഇത്രയും വലിയൊരു ജനൽ ഇവിടെ മുകളിലേക്ക് കയറ്റി വെക്കാനായിട്ടോ. കാരണം കോൺക്രീറ്റ് ഫില്ല് ചെയ്യുകൊണ്ടാണ്. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഇത് പൊക്കി വയ്ക്കാൻ സാധിക്കും. പിന്നെ ഈ ഒരു ഇൻസ്റ്റാളേഷൻ ചിലപ്പോൾ ഒരു 10 മിനിറ്റോ 15 മിനിറ്റോ കൊണ്ട് നമുക്കത് ഇൻസ്റ്റാളേഷൻ ചെയ്യാം. പക്ഷേ ഇതിൽ വരുന്ന ടാസ്ക് എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഹെവി റിസ്ക്കാണ്, ഡേഞ്ചറുമാണ്. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഡേഞ്ചർ വർക്കുകളൊന്നും നമ്മളെ സ്റ്റാഫിനെ മാത്രം വെച്ചിട്ട് ചെയ്യിപ്പിക്കാറില്ല. കാരണം അത് എൻ്റെ ഒരു നേതൃത്വത്തിൽ ചെയ്യണതാണ് എനിക്കിഷ്ടം. കാരണം ഇവർക്ക് എന്ത് പറ്റിക്കഴിഞ്ഞാൽ അത് എനിക്ക് പറ്റുന്ന പോലെ തന്നെയാണ്. ഒരാൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളവരെ എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ നോക്കുന്നതല്ലേ. കാരണം നമ്മൾ പെർമനൻറ്റ് സ്റ്റാഫാണ്. അപ്പോൾ അവർക്ക് എന്ത് പറ്റിക്കഴിഞ്ഞാലും നമ്മളെ സൈറ്റിനെ അത് ബാധിക്കും. അപ്പോൾ ഇങ്ങനത്തെ റിസ്കി വർക്കുകളൊക്കെ ഉണ്ടാവുന്ന സമയത്ത് എല്ലാ സൈറ്റുകളിലും ഞാൻ അവിടെ എത്തിക്കഴിഞ്ഞിട്ട് എൻ്റെ നേതൃത്വത്തിൽ മാത്രമേ ചെയ്യാൻ ഞാൻ സമ്മതിക്കാറുള്ളൂ. नीचे पकड़ो, ऐसा होल्ड करेगा, पकड़ कर रुकेगा, पकड़ो, पाइप लगेगा। नहीं, मैं ऊपर जाए वही मैं बोल रहा हूँ। जाइए 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 जाएगा। हाथ खींचो पड़ा, आ जाओ आराम से, उठाओ, उठाओ, अभी सोनी इधर आ जाओ, बोलो, आओ, 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 वो लोग आने दो। आओ थोड़ा, ये सुनो, हाँ, आ गया। नहीं, 1 मिनट, नीचे इधर खींचो भैया, नीचे खींचो, खींचो, बस, उधर खींचो। बारह भूखा उठाना पड़ेगा, वो पीस है इसके लिए उठाना पड़ेगा। भूखा चलो उठाओ, हाथ निकाल, उठाओ, इसको सीधा कर देना, और नहीं उठाने का, उठाओ, अभी रखो, रखो, अम्मा, അപ്പോൾ ഈ കഷ്ടപ്പാടുകളൊക്കെ നിങ്ങൾ കണ്ടില്ലേ. അപ്പോൾ ഈ ഒരു ജനൽ ഇതേപോലെ ലിഫ്റ്റ് ചെയ്തിട്ട് അന്ന് തന്നെ ഞാനിതിൻ്റെ വോയിസ് ഓവർ കൊടുത്തിട്ട് ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ചെറിയൊരു ഷോർട്ട് വീഡിയോ, അതായത് ഈ ജനലുകൾ വെക്കണതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഇടണമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അന്ന് അങ്ങനെ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ വീടിൻ്റെ ക്ലയൻറ്റ്, അതായത് ഈ വീട്ടിലെ ചേച്ചി അമ്മൂനെ വിളിച്ചിട്ട് ഒരു കാര്യം പറഞ്ഞത്. അവർക്ക് ഈ ഒരു ജനലിൻ്റെ ഈ ഒരു ഹൈറ്റ് അവർക്ക് ഇഷ്ടമായില്ല എന്നാണ് അവർ ഫസ്റ്റ് പറഞ്ഞത്. അതായത് ഈ 3 മീറ്റർ ഹൈറ്റ് വേണ്ട, ഇപ്പോൾ നമ്മളാ നിൽക്കുന്നുണ്ടല്ലോ 2.10, അതിൻ്റെ അപ്പുറത്ത് വെച്ച ആ ഒരു ജനലിൻ്റെ സെയിം ഹൈറ്റ് മതി, ആ ജനലൊന്ന് മാറ്റാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട്. എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ നമ്മൾ ഒരു സാധാരണ നമ്മളെ വിളിക്കുന്ന ക്ലയൻറ്റിനോടാണെന്നുണ്ടെങ്കിലും പുതിയൊരാൾ ഞങ്ങളെ വിളിക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ പറയാവുന്നത് അതായത് നമ്മളെ ഈ റേറ്റിൽ ഉൾപ്പെട്ട ജനലെന്ന് പറയണത് ഒന്നുമില്ലെങ്കിൽ 3 കള്ളി അല്ലെങ്കിൽ 4 കള്ളി. അതാണ് നമ്മളെ ഈ ഒരു എഗ്രിമെൻറ്റിൽ, അതായത് ഇത്ര രൂപയ്ക്ക് ഈ വീട് ചെയ്യുമെന്ന് പറയണതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന സാധനം. ബാക്കി നിങ്ങൾ എൻ്റെ വീഡിയോയിൽ കാണുന്ന എല്ലാ വലിയ ജനലുകളും അതാത് വീടിൻ്റെ ക്ലയൻറ്റ് 100% കൺഫർമേഷൻ തന്നതിന് ശേഷം മാത്രം നമ്മൾ ഉണ്ടാക്കുന്നതാണ്. പക്ഷേ നമ്മളത് ഡോക്യുമെൻ്റ് ആയിട്ടൊന്നും ആരോടൊന്നും മേടിക്കാറില്ല. കാരണം നമ്മൾക്ക് പറയുന്ന വാക്കാണല്ലോ ഏറ്റവും വലുത്. പിന്നെ ചില ആൾക്കാർക്ക് എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ മെഷർമെൻറ്റ് അളവുകളൊക്കെ പറയുമ്പോൾ
അവർക്ക് ചില അളവുകളെക്കുറിച്ച് അറിയാത്ത ആൾക്കാർക്ക് പറ്റണ ഒരു അബദ്ധമാണ് ഇവിടെ പറ്റിയത്. അപ്പോൾ നമ്മളെന്തിനാണ് ഈ വീഡിയോ വീണ്ടും പോസ്റ്റ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ വീടിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞ് കിടക്കുകയാണ്. പക്ഷേ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും വലിയൊരു ജനലുണ്ടാക്കി, അതായത് ഈ ജനലുണ്ടാക്കുന്നത് ഏകദേശം മഞ്ചേരി കേട്ടോ, അതായത് നമ്മളിപ്പോൾ ഉണ്ടാക്കുന്ന ജനൽ ഒരു മഞ്ചേരിയിൽ നിന്ന് ഉണ്ടാക്കി, ഇത് ചേർത്തലയാണ് സൈറ്റ്. നിങ്ങൾക്കറിയാം ഒരു സാധാരണ വണ്ടിയിൽ ഇത്രയും വലിയൊരു ജനൽ കൊണ്ടുവരാൻ എത്ര കഷ്ടപ്പാടുണ്ടായിരിക്കുന്നത്. ഈ ഒരു ജനൽ മാത്രമൊന്നുമല്ല, ആ വീട്ടിലേക്കുള്ള മുകളിലേക്കുള്ള മൊത്തം ജനലും എല്ലാ കാര്യങ്ങളുമായിട്ടാണ് വരുന്നത്. ഈ ജനൽ ഈ സൈറ്റിൽ ഇറക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 2 വീക്സ് കഴിഞ്ഞതിന് ശേഷമാണ്, നിങ്ങളിപ്പോൾ കണ്ടില്ലേ ഈ മുകളത്തെ ഭിത്തികളും ബാക്കിയുള്ള എല്ലാ ചെറിയ ജനലുകളൊക്കെ വെച്ചതിന് ശേഷമാണ് ഞാൻ ഈ ഒരു വലിയ 2 വെൻറ്റിലേഷൻ ഇൻസ്റ്റാളേഷൻ ചെയ്യാനായിട്ട് ഞാൻ പോയത്. ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും, സാധാരണ ഒരു കോൺട്രാക്ടർ പോലെയല്ല. സാധാരണ കോൺട്രാക്ടർമാരെ ഞാൻ തന്നെ കാണുമ്പോൾ എനിക്ക് തന്നെ അസൂയ തോന്നാറുണ്ട്. അവരെ കയ്യുമ്മിലോ അല്ലെങ്കിൽ ഒരു തുള്ളി ചളി ആവേണ്ട പോലും ഒരാവശ്യമില്ലാത്തതാണ് ഇന്നത്തെ ഈ നാട്ടിലെ സാധാ കോൺട്രാക്ടർമാർ. എന്നെ ചില സമയത്ത് ചില സൈറ്റിൽ എൻ്റെ ക്ലയൻറ്റ് കാണാൻ വരുന്ന സമയത്ത് അവരെന്നെ ബംഗാളിയാണെന്ന് കൂടി കരുതാറുണ്ട്. കാരണം ഇവരുടെ കൂട്ടത്തിൽ ഞാൻ ജോലി ചെയ്യുമ്പോൾ അവർ വിചാരിക്കും ഇതും ഇവിടുത്തെ ഒരു സ്റ്റാഫാണെന്ന് വരെ ഒരുപാട് ആൾക്കാർ വിചാരിച്ചിട്ടുണ്ട് എന്നെ അങ്ങനെ. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണ സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതേ റിസ്ക് എടുത്തിട്ട്, കാരണം റിസ്ക് എടുക്കുന്നതിൻ്റെ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അപകടം പറ്റാണ്ട് വർക്ക് ചെയ്യാം. അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് ചിലപ്പോൾ പണിക്കാർക്ക് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ടാണ് റിസ്ക് ഉള്ള സ്ഥലങ്ങളിലൊക്കെ ഞാൻ തന്നെ ചെന്നിട്ട് ഞാൻ തന്നെ മാക്സിമം ചെയ്യണം. കാരണം എനിക്ക് അപകടം പറ്റാണ്ട് വർക്ക് ചെയ്യാം, എനിക്കെന്തായാലും നേരെ ശ്രദ്ധിച്ച് ഞാൻ ചെയ്യും. അപ്പോൾ ഈ വീടിൻ്റെ അപ്സ്റ്റെയറിൻ്റെ വർക്ക് തുടങ്ങിയ സമയത്ത് തന്നെ ഒരുപാട് ഡിസ്കഷനൊക്കെ കഴിഞ്ഞിട്ടാണ്. സാധാരണ ഒരു വീട്ടിലെ കട്ട്ലയും ജനലും അടിക്കണേക്കാളും കൂടുതൽ ടൈമും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് ഈ ഒരു വീടിന് അടിയിലത്തെയും മുകളിലത്തെയും, അത് ഇതിൻ്റെ ഫസ്റ്റ് വീഡിയോ, അതായത് ഈ വീടിൻ്റെ സ്റ്റാർട്ടിങ് വീഡിയോ കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം, ഫസ്റ്റാണ് ഈ ജനൽ വെക്കാണ്ടാണ് ഞാനിതിൻ്റെ അടിയത്തെ ചുമരുകളൊക്കെ ചെയ്തത്. കാരണം അവർ കൺഫർമേഷൻ തരാൻ ഡിലേ ആയ കാരണം കൊണ്ട് എനിക്ക് ഈ താഴത്തെ ജനലുകളൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല. അതിൻ്റെ വീഡിയോ ഇതിൽ തന്നെ കിടക്കുന്നുണ്ട് കേട്ടോ. അതേപോലെ തന്നെ ഇതിൻ്റെ മുകളിലത്തെ കട്ട്ലിയും ജനലുകളൊക്കെ ഞാൻ സൈറ്റിൽ പോയി ഈ വീടിൻ്റെ ക്ലയൻറ്റുകളായ 2 ആൾക്കാരോടും സൈറ്റിൽ നിന്ന് അതെങ്ങനെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ്, അതായത് ഇപ്പോൾ ഈസിയാണ് പറഞ്ഞു കൊടുക്കാൻ. കാരണം താഴത്ത് ഓൾറെഡി നമ്മൾ കട്ട്ലിയും ജനലും വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ മുകളിൽ ജസ്റ്റ് അത് കാണിച്ചു കൊടുക്കാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് അവർ കൺഫർമേഷൻ പറഞ്ഞിട്ട് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്ന കട്ട്ലിയും ജനലുമാണത്. ഇതിങ്ങനെ പറയാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ സ്റ്റെയർ കേസിൻ്റെ അവിടെ വെച്ച ജനൽ ഇപ്പോൾ ഇപ്പോൾ ഈ കാണുന്ന രീതിയിലല്ല, പിന്നെ അവസാനമായപ്പോഴേക്ക് ഉണ്ടായത്. വളരെയധികം സങ്കടമുണ്ട് അങ്ങനെ ആയാൽ. അപ്പോൾ നമ്മൾ ഈ ഒരു കാര്യം കൂടി എന്തിനതിൽ പറയുന്നത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ പോസിറ്റീവ് വശം മാത്രം ഇട്ടാൽ പോരാ. ഇനി നാളെ മേലാക്ക ഒരു ക്ലയൻറ്റ് അങ്ങനെ ചെയ്യാണ്ടിരിക്കാനും കൂടി വേണ്ടിയിട്ടാണ്. അതൊരിക്കലും ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം. കാരണം ഓരോ പാഠങ്ങളിൽ നിന്നാണ് നമ്മൾ ഓരോന്ന് പഠിക്കണത്. ഞാൻ ഈ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എൻ്റെ എഗ്രിമെൻ്റ് എന്ന് പറയുന്നത് ആകെ ഒരു A4 പേപ്പറിൽ ഒരൊറ്റ സിംഗിൾ ഷീറ്റായിരുന്നു. ഇന്നിപ്പോൾ ഈ 2 വർഷം കഴിഞ്ഞ സമയത്ത് അത് ഓരോ ക്ലയൻറ്റിൻ്റെയും സ്വഭാവത്തിനനുസരിച്ചിട്ട് അതിപ്പോൾ 6-7 പേജായിട്ടുണ്ട്. അപ്പോൾ ഇനി അത് കൂടുതലുള്ള കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ക്ലയൻറ്റ്സ് തന്നെയാണ്. അതായത് അവരെ ഓരോ മാറ്റങ്ങൾക്കനുസരിച്ചിട്ട്, ഓരോ ക്ലയൻറ്റ്സിൻ്റെ സ്വഭാവത്തിനനുസരിച്ചിട്ട് ഓരോ ഡിമാൻഡുകൾ അല്ലെങ്കിൽ ഓരോ കോട്ടുകൾ ഓരോരുത്തരുടെ അടുത്ത് ഉണ്ടാവുന്ന എക്സ്പീരിയൻസ് ആയിട്ട് ഓരോ കോട്ടാക്കിയിട്ടാണ് ഇപ്പോൾ എഗ്രിമെൻറ്റിൽ നമ്മളിങ്ങനെ ആഡ് ചെയ്തിട്ടാണ് ഇത്രയും വലിയ ഇതായത്. അറിയാൻ പറ്റില്ല ഇനിയിപ്പോൾ ഒരു 2 വർഷം കൂടി കഴിയുമ്പോഴേക്കും അത് എത്ര പേജ് പോകും എന്നുള്ളത്. ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് മുന്നേ നിങ്ങൾക്കറിയാം ഈ വീടിൻ്റെ സ്റ്റെയർ കേസ് പ്ലാൻ പ്രകാരം അല്ല ചെയ്തിരിക്കുന്നത്. കാരണം പ്ലാൻ പ്രകാരം ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ വീടിൻ്റെ ഉള്ളിലുള്ള സ്റ്റെയർ കേസ് അവിടെ ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിന് ആ റൂമിൻ്റെ ഡോറിൻ്റെ പൊസിഷൻ മാറ്റിയിട്ടുണ്ട്. പിന്നെ അങ്ങനെ ഒരു സ്റ്റെയർ കേസ് വെക്കണ സമയത്ത് നമ്മൾക്കിപ്പോൾ നിങ്ങൾ ഈ സ്റ്റെയറിൻ്റെ ഒരു ഏരിയ കാണുന്നുണ്ടല്ലോ, അത് ഏകദേശം ഒരു 60 സെൻറ്റിമീറ്ററോളം പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്തിട്ടാണ് ഇപ്പോൾ സ്റ്റെയറിൻ്റെ ലാൻഡിങ് വന്നിരിക്കുന്നത്. ആ ലാൻഡിങ്ങിൻ്റെ മുകളിലാണ് ഈ ഒരു വെൻറ്റിലേഷൻ, അതായത് 3x3 വെൻറ്റിലേഷൻ വരുന്നത്. 2 സൈഡിലും ഏകദേശം 30 ഭിത്തിയാണ് വന്നിരുന്നത്. അതായത് 30 സെൻറ്റിമീറ്ററിൻ്റെ ഭിത്തി 2 സൈഡിലും ആ ഒരു രീതിയിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ ആ ഓടി നടക്കണമൊക്കെ ഇതിൻ്റെ റിസ്ക് കൊണ്ടാണ് കേട്ടോ. കാരണം അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. അതെല്ലാം കോൺക്രീറ്റ് ഫില്ല് ചെയ്തിട്ടിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഈ ഒരു ഹോൾഡ് ചെയ്ത് പിടിച്ച ഒരാളെ കയ്യിൽ നിന്ന് മിസ്സായി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുമില്ലെങ്കിൽ താഴത്തെ ആളെ നിൽക്കണ തലയ്ക്ക് വീഴും. അതും കൂടാണ്ട് ഏറ്റവും വലിയ അപകടം എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റും. അതാണ് ഏറ്റവും വലിയ റിസ്ക്. മെറ്റീരിയൽ പോയി കഴിഞ്ഞാൽ നമുക്ക് വേറെ ഉണ്ടാക്കാം, പക്ഷേ ആൾക്കാർക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഒന്നാമത് ഇന്നത്തെ ഈ സാഹചര്യത്തിൽ ഈ ഇലക്ഷനും SIR ഒക്കെ ഉള്ളതുകൊണ്ട് ഒരുപാട് സ്റ്റാഫ് നാട്ടിൽ പോയൊരു സമയമാണ്. എൻ്റെ കമ്പനിയിൽ നിന്ന് മാത്രം 25ഓളം പേരാണ് ഇപ്പോൾ നാട്ടിൽ പോയിരിക്കുന്നത്. അവർ ഇനി ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഉള്ളൂ തിരിച്ചു വരിക. അപ്പോൾ ഈ ഒരു വെൻറ്റിലേഷൻ വെച്ചതിന് ശേഷം ഞാനിങ്ങനെ വീട്ടിൽ വന്നിട്ട് ഇതിന് വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്താണ് അവർ വിളിച്ചിട്ട് പറഞ്ഞത് അവർക്ക്
ഈ ഒരു വെൻറ്റിലേഷൻ, അതായത് സ്റ്റെയർ കേസിൻ്റെ മുകളിൽ വെച്ച് ഈ ഒരു വെൻറ്റിലേഷൻ അത് അവർക്ക് ഇഷ്ടമായില്ല, അത് മാറ്റി തരണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ മാറ്റിൽ എന്തായാലും നമ്മളതിൽ പോസിബിളുള്ള കാര്യമില്ല. കാരണം ഈ ഒരു വെൻറ്റിലേഷൻ ഏകദേശം 45,000-50,000 ഉറുപ്പ്യ ചിലവുണ്ട്. അപ്പോൾ ഒന്നുമില്ലെങ്കിൽ അതവർ മേടിച്ചിട്ട് അവർ വേറെ വെൻറ്റിലേഷൻ വെക്കുക, അതായിരുന്നു ഒരു ഓപ്ഷൻ. പക്ഷേ അവർക്ക് അതിനും താല്പര്യം ഉണ്ടായിരുന്നില്ല. അവരെന്നോടത് കട്ട് ചെയ്യട്ടെ ചോദിച്ചു. ഞാൻ പറഞ്ഞു എൻ്റെ സമ്മതപ്രകാരം കട്ട് ചെയ്യണ്ട, നിങ്ങൾ കൺഫർമേഷൻ, അതായത് നിങ്ങൾ മേടിച്ച മുതലാണ്, നിങ്ങൾക്കത് കട്ട് ചെയ്ത് വെക്കണോണ്ട് കുഴപ്പമില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ കട്ട് ചെയ്ത് വെച്ചോളൂ. അല്ലാണ്ട് ഞാനായിട്ട് ഒരിക്കലും ഒരു ജനൽ അങ്ങനെ കട്ട് ചെയ്ത് വെക്കാൻ സമ്മതിക്കില്ല, അത് ഇത്രയും റിസ്ക് എടുത്ത് വെച്ച ജനൽ. അപ്പോൾ അത് കട്ടിങ് കഴിഞ്ഞ് വെച്ചതിന് ശേഷമുള്ളൊരു വ്യൂ ആണ് ഇപ്പോൾ നിങ്ങളീ കാണുന്നത്. പക്ഷേ ക്ലയൻറ്റ് പറഞ്ഞതൊന്നായിരുന്നു, പിന്നെ ക്ലയൻറ്റിൻ്റെ ഇഷ്ടപ്രകാരം കട്ട് ചെയ്ത് വെച്ചത് വേറൊരു രീതിയിൽ. അതായത് ഞാൻ ആദ്യം വെച്ചതും ഇതേ ഹൈറ്റ് തന്നെയാണ്, ഇപ്പോഴും ഈ വെൻറ്റിലേഷൻ വന്നിരിക്കുന്നത് 3 മീറ്റർ ഹൈറ്റ് തന്നെയാണ്. ഇപ്പോൾ ക്ലയൻറ്റ് ചെയ്തിരിക്കുന്നത് എന്താണ്, ജനലിൻ്റെ ഒരു സൈഡ് മൊത്തം കട്ട് ചെയ്തിട്ട് നേരെ തല തിരിച്ചു വെച്ചു. അതുകൊണ്ടുണ്ടായ ദോഷം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ജനലിനി ഒരിക്കലും തുറക്കാൻ പറ്റില്ല, കാരണം അതിൻ്റെ ഇഞ്ചസ് അങ്ങനത്തെ ഇഞ്ചസ് ആയിരുന്നു. രണ്ടാമത്തെ ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം ഇതേ സെയിം പൊസിഷൻ തന്നെ ആയിരുന്നു, പക്ഷേ ആ ജനലിൻ്റെ 2 സൈഡിലും 30 സെൻറ്റിമീറ്റർ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അതിന് പകരം 80 സെൻറ്റിമീറ്റർ ആക്കി ചുരുക്കി എന്നുള്ളത് മാത്രമാണ് അത്രയും വലിയൊരു ജനൽ കട്ട് ചെയ്തിട്ട് ഇപ്പോൾ ക്ലയൻറ്റിന് കിട്ടിയൊരു കാര്യം. അത് കട്ട് ചെയ്ത് വെച്ചതൊക്കെ നമ്മളെ സ്റ്റാഫ് തന്നെയാണ് കേട്ടോ. പക്ഷേ ഞാൻ ഒരിക്കലും അതിന് സപ്പോർട്ട് ചെയ്യാത്ത കാരണം കൊണ്ട് ഞാൻ ചെല്ലില്ല എന്ന് പറഞ്ഞു. നിങ്ങൾ വർക്കേഴ്സിനെ വെച്ചിട്ട് നിങ്ങൾ ഇഷ്ടം പോലെ എന്താ ചെയ്തോളൂ, അതിന് കൺസെൻ്റ് ആയിട്ട് നമ്മൾ അവരിൽ നിന്നൊരു വോയിസിൻ്റെ ഇതും മേടിച്ച് വെച്ചിട്ടുണ്ട്. കാരണം നാളെ അവരൊരു കാരണം പറയാൻ പറ്റില്ലല്ലോ, ഒരിക്കലും നമ്മൾ ജനലുണ്ടാക്കിയിട്ട് നമുക്ക് പാളിച്ച പറ്റി. ഇത്രയും നല്ലൊരു സ്റ്റെയർ കേസ് ഉണ്ടായ കാരണം കൊണ്ട് ആ ഹാളിൻ്റെ വ്യൂയും കാര്യങ്ങളും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവരാണ് പറഞ്ഞിട്ടാണ് ഇത്രയും വലിയ ജനൽ ഞാൻ ഓൾറെഡി ചെയ്തത്. ഞാനത് ഇത്രയും പറയാൻ കാരണം എന്താ വെച്ചാൽ ഈ സ്റ്റെയർ കേസ് ഞാൻ ഇതിന് മുന്നേ ചെയ്തിരിക്കുന്ന പള്ളിക്കത്തോടും അതേപോലെ ഒറ്റപ്പാലത്തുമാണ്. അപ്പോൾ അവർ പള്ളിക്കത്തോടത്തിലെ സൈറ്റ് പോയി കണ്ടിട്ട്, അതായത് നമ്മളെ മാത്യു സാറിൻ്റെ സൈറ്റാണ് അവർ, സൈറ്റല്ല മാത്യു സാറിൻ്റെ വീടാണ് അവർ പോയി കണ്ടിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണുന്ന ജനലിൻ്റെ നീളം, അതേപോലെ ആ സ്റ്റെയർ കേസ്, പിന്നെ ജനൽ, ഇതെല്ലാം അവർക്ക് മാത്യു സാറിൻ്റെ അതേ സെയിം വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്തതാണ്. ഇപ്പോൾ സാറടക്കം ഈ വീഡിയോ കാണുമ്പോൾ സാറിന് മനസ്സിലാവും, ഇതൊക്കെ സാറിൻ്റെ അവിടെയാണ് ഇത്രയും ലെങ്തിയിൽ നമ്മൾ ജനലുകൾ വെച്ചിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു സ്റ്റെയർ കേസും ഇതേ രീതിയിൽ വേണമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ ഡോറിൻ്റെ, ഇപ്പോൾ നിങ്ങൾ ആ സ്വിച്ച് ബോർഡ് കാണുന്ന അവിടെ ഇരുന്ന് ഈ റൂമിലേക്കുള്ള ഡോറ്, അതിൻ്റെ പൊസിഷനൊക്കെ മാറ്റിയിട്ടാണ് നമ്മൾ ഇത്രയും നല്ലൊരു സ്റ്റെയർ കേസൊക്കെ അവിടെ ചെയ്ത് കൊടുത്തത്. അപ്പോൾ അവർക്ക് മാത്യു സാറിൻ്റെ അവിടുത്തെ വലിയ ജനലുകൾ ഏകദേശം 15 അടിയോളം വീതിയും 2.10 ഹൈറ്റുള്ള ജനലാണ് അവിടുത്തെ. അപ്പോൾ അതേപോലത്തെ ഒരു ജനലും ഈ വീടിന് വേണം. അപ്പോൾ അത്രയും വ്യൂ ഉണ്ടായിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞ് ഈ സ്റ്റെയർ കേസിൽ നിന്നിട്ട് ഞാൻ മെഷർമെൻറ്റ് അളന്ന് കാണിച്ചു കൊടുത്തിട്ട് ഉണ്ടാക്കിയ ജനലാണത്. അതാണ് ഇപ്പോൾ കട്ട് ചെയ്തിട്ട് ഈ കോലത്തിലാക്കി വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഇഞ്ചസ് നിങ്ങൾ ഇഞ്ചസ് ശ്രദ്ധിച്ചാൽ അറിയാം, അതായത് നമ്മൾക്ക് മുകളിലേക്ക് ഹാങ് ചെയ്ത് വെക്കാൻ പറ്റുന്ന പോലത്തെ ഇഞ്ചസ് ആയിരുന്നു. അതുകൊണ്ട് ഇനിയിപ്പോൾ ഈ ഒരു ജനൽ തുറക്കാൻ ഒരിക്കലും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല, കാരണം ഗ്ലാസിൻ്റെ വെയിറ്റും കൂടി വരുമ്പോൾ ആ ജനൽ തുറന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഇഞ്ചസ് എന്തായാലും തൂങ്ങിപ്പോവും. എന്തോ നമ്മളോടൊരു വാശിക്ക് ചെയ്ത പോലെ എനിക്ക് ഫീൽ ചെയ്തു. കാരണം അവർ ഹൈറ്റാണ് പ്രശ്നം പറഞ്ഞിരുന്നത്. ഇപ്പോൾ സാധാരണ ഫസ്റ്റ് ഞാൻ വെച്ചതിനേക്കാളും ഹൈറ്റ് കൂടുകയും ചെയ്തത്. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ആദ്യം ഞാൻ ആ ലാൻഡിങ്ങിൽ നിന്നേ വെച്ചായിരുന്നു. അപ്പോൾ ലാൻഡിങ്ങിൽ ഒരു 1 ഫീറ്റ് പൊക്കി അതിൻ്റെ മുകളിലേക്ക് വെക്കുന്ന സമയത്ത് 3 മീറ്റർ എന്നുള്ളത് 3 മീറ്റർ 30 സെൻറ്റിമീറ്ററും കൂടി ഹൈറ്റ് കൂടുകയാണ് ചെയ്തത്. പിന്നെ ആകെ വ്യത്യാസം ഈ 2 സൈഡിലും 30 സെൻറ്റിമീറ്ററിലാണ് നമ്മൾ ജനലുണ്ടാക്കിയിരുന്നത്. പക്ഷെ അത് കട്ട് ചെയ്ത് കളഞ്ഞപ്പോൾ അത് 80 സെൻറ്റിമീറ്ററോളായിട്ട് മാറിയിട്ടുണ്ട്. പിന്നെ നമ്മളതിൽ കൂടുതലൊന്നും പറയാത്തതിൻ്റെ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവർ പൈസ ചിലവാക്കി ചെയ്യണ വീടാണ്. അപ്പോൾ അവരിഷ്ടം പോലെ ചെയ്തോട്ടെ. അവർ പറഞ്ഞ പ്രകാരം തന്നെയാണ് ആദ്യം ജനലുണ്ടാക്കിയത്. കട്ട് ചെയ്യണമെന്ന് അവർക്ക് തോന്നി, അവർ കട്ട് ചെയ്തു. ആ കട്ട് ചെയ്തതിൻ്റെ പീസാണ് ഇരിക്കണത്. ചേട്ടൻ പറയുന്നുണ്ട് അതൊന്ന് വീഡിയോയിൽ പറയരുതെന്ന്. പക്ഷേ നമ്മളങ്ങനെയല്ല, നമ്മൾ പോസിറ്റീവ് കാര്യങ്ങൾ മാത്രമല്ല, സൈറ്റിലുണ്ടാവുന്ന അനുഭവങ്ങളൊക്കെ ഇതൊക്കെ പറഞ്ഞാലേ ഉള്ളൂ അടുത്തൊരു വീട്ടിൽ നിന്ന് നമുക്ക് ഇങ്ങനത്തെ ഒരു അനുഭവം ഇല്ലാണ്ടിരിക്കുക. അതുകൊണ്ട് നമ്മളിനി ഒരു പുതിയൊരു കോട്ടും കൂടി ആഡ് ചെയ്തു. ഒരു വീടിൻ്റെ കട്ടിലും ജനലും നമ്മൾ വീട് ചെയ്യണ ആൾക്കാർ അവരതിൻ്റെ മെഷർമെൻറ്റും അതിൻ്റെ ഡിസൈനും അവർ വരച്ച് തന്നതിന് കൺഫർമേഷൻ തന്നതിന് മാത്രമേ ഉള്ളൂ ഇനി നമ്മൾ ഉണ്ടാക്കി കൊടുക്കേണ്ട ആവശ്യം. കാരണം മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരാളെ വിശ്വസിച്ച് ഈ ഒരു സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുന്ന് ഇത്രയും സൈറ്റിലെത്തി ഇൻസ്റ്റാളേഷൻ ചെയ്തതിന് ശേഷം അത് മാറ്റണം എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുള്ള കാര്യം. ഇതൊന്നും ഇവർക്ക് എത്രത്തോളം ഇതിൻ്റെ ബുദ്ധിമുട്ടുണ്ടെന്നുള്ളത് അവരിഞ്ഞ് സ്വന്തമായിട്ട് ബാലൻസ് വർക്കുകളൊക്കെ ചെയ്യുമ്പോഴേ ഉള്ളൂ ഒരു വർക്ക് ചെയ്യാൻ എന്തൊക്കെ റിസ്ക് ഉണ്ട് എന്നുള്ളത് മനസ്സിലാവും. അതിപ്പോൾ നമ്മൾ ഏറ്റെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീട് പണിയിൽ ആ വീട് സ്ട്രക്ചർ ആവുന്നവരെ ക്ലയൻറ്റിന് നമുക്ക് പൈസ തരിക എന്നല്ലാണ്ട് ഒരു റിസ്ക്കും നമ്മൾ അവരെ അറിയിക്കാറില്ല. പിന്നെ ഞാൻ ചെയ്യണതാണ് ശരിയെന്ന് മാത്രം വാദിക്കുന്ന ഒരാളുമല്ല ഞാൻ. ആ ഒരു കാരണം കൊണ്ടാണ് ഞാൻ ഇങ്ങനത്തതും കൂടി ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്തത്. കാരണം ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ സൈറ്റുകളിൽ നടക്കുന്നുണ്ടെന്നുള്ളത് പുതിയ വീട് വെക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരും അറിയണം. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടും കൂടിയാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു ഇതും കൂടി ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത്. ഇത് വേണമെങ്കിൽ ഒഴിവാക്കി കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനത്തെ ഒരു വിഷയം ഇല്ലായിരുന്നു എന്നുള്ളത് ഇപ്പോൾ നിങ്ങൾ എൻ്റെ ഫോളോവേഴ്സ് ആരും വേണമെങ്കിൽ അറിയാണ്ടിരിക്കും. പക്ഷെ അങ്ങനെയല്ല,
നമുക്ക് ഇനി അടുത്തൊരു സൈറ്റിൽ നിന്ന് ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടാവരുത്.